ഇന്നലെ രാത്രി ഏകദേശം 8 മണിയോടുകൂടി ഇറാൻ ഇസ്രയേലിലേക്ക് ഏകദേശം 400ഓളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു എന്നുള്ള വളരെ വലിയ വാർത്തകൾ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനോടകം തന്നെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺ ഡോം വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ മുഴുവനും വിറപ്പിക്കുന്നതിനായിട്ട് അവർ ഒരുപാട് കാലങ്ങളായിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ അവരുടെ സൈനിക സംവിധാനങ്ങൾക്ക് ഉപരിയായിട്ട് നിരവധി ഭീകരവാദ സംഘടനകളെ തീറ്റിപ്പോറ്റിക്കൊണ്ടാണ് ഇവന്മാര് നിരന്തരമായിട്ട് ലോകത്തെ പല രാജ്യങ്ങളെയും ഞങ്ങൾ തകർക്കും, ഞങ്ങൾ മിസൈൽ ആക്രമണം നടത്തുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് നേരെ ചെയ്തിരിക്കുന്ന ഇറാന്റെ ഈ ഒരു പ്രവൃത്തി വലിയ രീതിയിലുള്ള ഒരു തെറ്റാണെന്നും ഈ തെറ്റിന്റെ ശിക്ഷ, അതിന്റെ പ്രത്യാക്രമണം ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ഇറാൻ ഇനിയുള്ള ദിവസങ്ങളിൽ കാണുമെന്നും ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാന് നൽകും എന്നുള്ള രീതിയിലേക്കുള്ള നടപടികളാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പശ്ചിമേഷ്യ വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുകയാണ്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പ്രധാനപ്പെട്ട തലവന്മാരെ വധിച്ചതിന് പിന്നാലെയാണ് തങ്ങളുടെ ഈ ഒരു പ്രത്യാക്രമണമെന്ന് ഇപ്പോൾ ഇറാനും ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാനോട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇറാനോടും ഇറാനിലെ ജനങ്ങളോടും അത് ലോകം മുഴുവൻ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ പെട്രോളിയം കേന്ദ്രങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് തങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ പൂർണ്ണമായിട്ടും തങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കും, തങ്ങൾക്ക് നേരെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം കൂടി ഇസ്രായേൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളതിന് തിരിച്ചടി എന്നുള്ളത് അതിശക്തമായിരിക്കും. ഇപ്പോൾ ഹിസ്ബുള്ള പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് ഇറാൻ ഇതുപോലെ വലിയ രീതിയിലുള്ള സാമ്പത്തികവും ആയുധവും അതുപോലെ തന്നെ ജനങ്ങളെയും നൽകി അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്ന ആളുകളെയും ഈ ഒരു ഭീകരവാദ സംഘടനയിൽ ചേർക്കുന്നതിനടക്കമുള്ള പല കാര്യങ്ങളും ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇറാൻ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് രാജ്യങ്ങളുടെ കലാപരിപാടികളുമായിട്ട് ഇവർ മുന്നോട്ട് പോകണം. ഭീകരവാദികൾക്കും അല്ലെങ്കിൽ ഇറാന് വലിയ രീതിയിലുള്ള ഒരു അറബ് രാഷ്ട്രങ്ങളെ ഏറ്റവും വലിയ ശക്തി തങ്ങളാണ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു കാഴ്ചപ്പാട് ലോകത്തിന് മുന്നിൽ ഉണ്ടാക്കിയെടുക്കുക. അതിന് ഏറ്റവും വലിയ രീതിയിലുള്ള ഭീഷണിയായിട്ട് നിൽക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇസ്രായേൽ കെട്ടിപ്പടുക്കുന്നുണ്ട്. അമേരിക്കയെ പോലെ പശ്ചിമേഷ്യയിലെ വലിയ ഒരു സൈനിക ശക്തിയും അതോടൊപ്പം തന്നെ ടെക്നിക്കലായിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളതുമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് പല രീതിയിലുള്ള ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ പല ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തകരെയും അവരുടെ തലവന്മാരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് പേജർ ആക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ ഏകദേശം 5000ഓളം വരുന്ന ഭീകരവാദ കൂട്ടങ്ങളെ വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ വരുത്തുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഫോടനം പേജർ ആക്രമണത്തിലൂടെ നടത്തിയത്. അപ്പോൾ ഈ സ്ഫോടനങ്ങളിലെല്ലാം തന്നെ ഭീകരവാദികൾക്ക് ഇന്ന് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വലിയ തിരിച്ചടി ആക്രമണം നിരന്തരമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഈ പേജർ ആക്രമണത്തിന് ശേഷവും അവർ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഈ ഹിസ്ബുള്ള പോലെയുള്ള ഭീകരവാദ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുകയും അവരുടെ ഒപ്പം തങ്ങൾ എന്നും നിലകൊള്ളുമെന്നുള്ള നിലപാടെടുത്തിരിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം. അപ്പോൾ ഇറാനെ പോലെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരന്തരമായിട്ട് ഇതുപോലെയുള്ള ഭീകരവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോരുമ്പോഴെല്ലാം തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഇറാനെ പോലെയുള്ള ഭീകര രാഷ്ട്രങ്ങളെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നടന്ന ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു വ്യോമ ആക്രമണം, അത് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിന് നേരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയത്. ഇറാന്റെ പ്രധാനപ്പെട്ട എല്ലാ മിസൈലുകളും ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്
എത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകൾ തന്നെയാണ് ഇറാൻ പറയുന്നത്. അവർ ഉപയോഗിച്ചിരിക്കുന്ന 90% മിസൈലുകളും ഇതിൽ ഇസ്രായേലിൽ വന്ന് കൃത്യമായിട്ട് ലക്ഷ്യം കണ്ടിട്ടുണ്ട്, പതിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാക്കണം. പക്ഷെ ഇസ്രായേൽ പറയുന്നത് പൂർണ്ണമായിട്ടും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മിസൈലുകളെല്ലാം നശിപ്പിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകൾ തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇതിന്റെ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ആദ്യമേ കണ്ടത്. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഇനി ഇസ്രായേൽ ഇറാന് നേരെ നടപടി എടുക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ഇതിനോടൊപ്പം തന്നെ ലെബനോനിൽ കരയുദ്ധം ആരംഭിച്ച് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഒരുപാട് ഭീകരവാദികൾ ഇപ്പോൾ കാലപുരിക്ക് പോയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ട് കഴിഞ്ഞ 9 മാസം ഇസ്രായേലിനെ ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഹിസ്ബുള്ള മാറിയിരുന്നു. നിരന്തരമായിട്ട് മിസൈൽ ആക്രമണം അല്ലെങ്കിൽ മറ്റ് റോക്കറ്റ് ആക്രമണങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇവർ നടത്തിയതെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. 60,000-ഓളം ഇസ്രായേലി പൗരന്മാരാണ് വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വലിയ തരത്തിൽ ഇസ്രായേൽ ഒരു പാഠം ലെബനോനെയും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയെയും പഠിപ്പിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിലപാട് തന്നെയാണ് എടുത്തത്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള സമയം ഇസ്രായേൽ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ഹമാസ് പോലെയുള്ള ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ടും അതിനെ തിരിച്ചടിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഹമാസിനെ ഈ ഭൂമുഖത്തും തന്നെ തുടച്ചു നിൽക്കുന്ന തരത്തിലേക്കുള്ള ഒരുപാട് ആക്രമണ പരമ്പരകളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സേന കഴിഞ്ഞ ഒരു 11 മാസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7 ഒരു വർഷം തികയുന്നത് ഇസ്രായേലിലേക്ക് ഈ ഹമാസ് ഭീകരവാദികൾ നടത്തിയ ആക്രമണം. പക്ഷെ ഇപ്പോഴും ഇസ്രായേൽ യുദ്ധത്തിലാണ്. അത് അന്ന് പാലസ്തീനുമായിട്ടും അല്ലെങ്കിൽ ഹമാസുമായിട്ടും തുടങ്ങിയ യുദ്ധം ഇന്ന് ലെബനനിലെ ഹിസ്ബുള്ളയും ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണ സംവിധാനവും ഇറാന്റെ ഭരണ സംവിധാനവും ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങളും യമനിലെ ഹൂത്തികളും സിറിയയിലെ ISIS-ഉം വെസ്റ്റ് ബാങ്കിലെയും ഹമാസിനെ പോലെയുള്ള മറ്റ് ഒരുപാട് രാജ്യങ്ങളിലെയും ഭീകരവാദികളെ ഒരേ സമയം നേരിട്ടുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ ഭീകരവാദികൾക്കും വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള തിരിച്ചടികളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ്. ലോകത്തുള്ള ഏത് ഭീകരവാദിയെയും അവന്റെ മടയിൽ കയറിക്കൊണ്ട് കൊന്നൊടുക്കാനുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. ഇത് കൃത്യമാണ്. ഇസ്രായേലിന്റെ ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഭീകരവാദിയെ ഇസ്രായേൽ വധിച്ച ഒരു വിഷയം, ഹമാസിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയകാര്യ നേതാവ് കൂടിയായിട്ടുള്ള ഇസ്മയിൽ ഹനിയയെ ഇറാനിൽ കയറി ചെന്നുകൊണ്ടാണ് ഇയാൾ താമസിച്ചിരുന്ന കെട്ടിട സമുച്ചയം തകർത്തുകൊണ്ട് ഇയാളെ കൊലപ്പെടുത്തി. അതിനോടൊപ്പം തന്നെ ഹസൻ നസ്രുള്ളയെ കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ തലവനാണ്. ഈ തലവനെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ കൊലപ്പെടുത്തി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ വലിയ രീതിയിൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഏറ്റവും വലിയ രീതിയിൽ ഭീകരവാദത്തെ തുടച്ചു നീക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യം തങ്ങളാണെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് ഇസ്രായേൽ.